CPM-ന്റെ ദേശീയ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയിലും അടക്കം ചർച്ചയായത് ഒരൊറ്റ കാര്യം. CPM-നെ തോൽപ്പിച്ചത് അത് പുറത്തു നിന്നുള്ളവരല്ല, ജനങ്ങളല്ല, മറിച്ച് CPM-ന്റെ അമരത്തിരിക്കുന്നവർ തന്നെയാണ്. കേരളത്തിലെ കാര്യമാണ് പറഞ്ഞു വരുന്നതെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നുള്ള കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി കഴിയില്ല. പാർട്ടി തന്നെ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടിക്കും മുകളിലേക്ക് പിണറായി വിജയൻ വളരുന്നു എന്ന രീതിയിൽ പലരും നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അത് ശരിവെക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകർക്കും അടക്കമുള്ളത്. സംസ്ഥാന സമിതിയിലും അതുപോലെ തന്നെ ദേശീയ സെക്രട്ടേറിയറ്റിലും ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തിരിച്ചടിയായതെന്നും സർക്കാർ ക്ഷേമ പെൻഷൻ അടക്കം മുടക്കിയതാണ് കാരണമെന്നും രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അങ്ങനെ അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് ഭരണവിരുദ്ധ വികാരം ഏറ്റവും അധികം ചർച്ചയായി മാറിയത്. ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങിയത് തിരഞ്ഞെടുപ്പിനെ ദോഷകരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തെങ്കിലും ഇതേക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. അതിലൊക്കെ അലംഭാവവും അഹങ്കാരവും വെച്ചു പുലർത്തിയതിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോഴും 2 അക്കം തികയ്ക്കാൻ കഴിയാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അതേ നില തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും നില മെച്ചപ്പെടുത്താൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് CPM കൂപ്പുകുത്തിയതും. അതിന് ബദലായി BJP വളർന്നു വരുന്നതിനുള്ള കാരണവും LDF തന്നെയാണ്. അതിന് വിളനിലമൊരുക്കിയതും അവർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ഒളിച്ചോടാനും സാധിക്കില്ല. 3 മാസത്തെ കുടിശ്ശിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ക്ഷേമ പെൻഷന് നൽകണമായിരുന്നു. പോലീസിനെ കുറിച്ച് പരാതിയില്ലാത്തൊരു സമയമില്ല. എപ്പോഴും എല്ലായ്പ്പോഴും പോലീസിനെ കുറിച്ച് പരാതിയാണ്. പോലീസുകാർക്കിടയിലും ചില വിഷയങ്ങൾ ഉണ്ടാകുന്നതായി നമുക്കറിയാൻ കഴിയുന്നതാണ്. ഇനി പോലീസുകാർക്കാകട്ടെ ഏറ്റവും വലിയ തലവേദനയും. ഇതെല്ലാം തന്നെ തോൽവിയുടെ കാരണങ്ങളായി മാറിയെന്നുള്ള വിമർശനമാണ് നേതാക്കൾ പ്രധാനമായും ഉയർത്തിയത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഭരണവിരുദ്ധ വികാരമെന്ന പരാമർശം പോലുമില്ലായിരുന്നു. എന്നാൽ പരാജയത്തിൽ പങ്കുവഹിച്ചത് ചില നേതാക്കളുടെ ദോഷകരമായ പ്രസ്താവനകളെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരുടെയും പേരും അതിൽ എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. പാർട്ടിയും സർക്കാരും സമൂലമായ രീതിയിൽ തിരുത്തലുകൾക്ക് വിധേയമായാൽ മാത്രമേ ഇനി മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ യോഗം വിലയിരുത്തിയത്. തോൽവി സംബന്ധിച്ചുള്ള പരിശോധന നേതൃതലത്തിലും അതുപോലെ കീഴ്ഘടകങ്ങളിലും നടത്തേണ്ടതായിട്ടുണ്ട്. കീഴ്ഘടകങ്ങൾ ഇനി എത്രത്തോളം നന്നാക്കിയാലും തല നന്നാകാതെ വാല് ശരിയാകില്ല എന്നുള്ള ഒരു വിമർശനമാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്നത്. CPI ആകട്ടെ തുടക്കം മുതൽ തന്നെ CPM-നെ കടന്നാക്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും അക്കാര്യം തന്നെയാണ് എറണാകുളത്തും കണ്ടത്. തെറ്റുതിരുത്തൽ താഴെത്തട്ടിൽ മാത്രം ഒരുങ്ങരുത് എന്നുള്ളതും നേതൃതലത്തിൽ അത് സംഭവിക്കണമെന്നുള്ള വിമർശനവും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അംഗങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നേതാക്കൾ നന്നാകാതെ അണികൾ നന്നാകണമെന്ന് ശാഠ്യം പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇനി സമൂഹ മാധ്യമങ്ങളിലുള്ള ഇടപെടൽ പാർട്ടി പ്രവർത്തകരുടേത്, അതും ഗുണത്തിലധികം ദോഷമായി തന്നെയാണ് മാറിയത്. ആലപ്പുഴയിലും വടകരയിലുമൊക്കെ അത് പ്രകടമായി കണ്ടു. ഏറ്റവും വലിയ ഡോസ് ഉണ്ടായിരുന്നത് വടകരയിൽ തന്നെ ആയിരുന്നു. ആ വിഷയങ്ങളൊക്കെ തന്നെ CPM-ന് ദോഷകരമായി മാറുകയും കോൺഗ്രസിന് കൂടുതൽ വളരാനും ഭൂരിപക്ഷം ഉയർത്താനുമുള്ള സാഹചര്യമുണ്ടാക്കി. ഇനി SFI പ്രതിക്കൂട്ടിലായ സംഭവങ്ങൾ, ക്യാമ്പസുകളിലെ SFIയുടെ പ്രവർത്തനം ഏറ്റവും ഗൗരവകരമായ വിഷയമാണ്, പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ മരണം അതടക്കം ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. യുവാക്കൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ഒക്കെ തന്നെ അത് വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. ഇനി സാമ്പത്തിക പരാധീനതയും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയും പ്രധാനമായി ഉയർത്തിയെങ്കിൽ പോലും അതൊന്നും തന്നെ പ്രചരണത്തിൽ ഒട്ടും വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര സർക്കാരിൻ്റെ നയം മൂലമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. തങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോലും പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. നിരന്തരം ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ജനങ്ങൾ അത് വലുതായി മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. വോട്ട് ചോർച്ചയെക്കുറിച്ചുള്ള കാര്യം പറയുകയാണെങ്കിൽ ഗൗരവകരമായി തന്നെ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇടതുമുന്നണിയുടെ വോട്ടിലും വലിയ ചോർച്ച സംഭവിച്ചു.